ആ പാറമയായിരിക്കും. അതിൻ്റെ മുകളിൽ തന്നെ പിന്നെ അതിൻ്റെ അപ്പുറം നല്ല പൊന്തയാണ്. അപ്പോൾ പൊന്തൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. അപ്പം പൊന്തിൻ്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങളായി പുലിഭീതിയിൽ കഴിയുകയാണ് കീഴാറ്റൂർ മുള്ളിയ കൃഷിക്കാർ. കൺമുന്നിൽ നിന്ന് അരുമയായി പോറ്റി വളർത്തുന്ന ആടുകളെ പുലി കടിച്ചുകൊണ്ടുപോകുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്നവർ. 10 വർഷത്തിനിടയ്ക്ക് ഓരോ വർഷവും മലയിറങ്ങുന്ന പുലി ഭീതി പടർത്തുമ്പോൾ വനം വകുപ്പും വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ലെന്നാണ് മുള്ളിയ കൃഷിക്കാർ പറയുന്നത്. ഏകദേശം 10 വർഷത്തോളമായി ഈ പുലിയെ പേടിച്ചുള്ള ജീവിതം തുടങ്ങിയിട്ട് മുള്ളിയ കൃഷിക്കാർ. കൺമുന്നിൽ നിന്നും അരുമയായി പോറ്റി വളർത്തുന്ന ആടുകളെ പുലി കടിച്ചുകൊണ്ടുപോകുന്നത് ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന മുള്ളിയ കൃഷിക്കാരിപ്പോൾ തീർത്തും പ്രതിരോധത്തിലാണ്. പേരിന് കൂടുവെച്ചും നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുമൊക്കെ പറഞ്ഞൊഴിയുന്ന വനം വകുപ്പിന്റെ കാട്ടിക്കൂട്ടലുകൾക്കപ്പുറത്തേക്ക് മുള്ളിയ കൃഷിക്കാർക്ക് വേണ്ടത് പുലിയെ പേടിക്കാതെ കഴിയാനുള്ള പ്രതിവിധിയാണ്. കഴിഞ്ഞ ദിവസമാണ് മാട്ടുമ്മൽത്തൊടി ഹംസയുടെ വലിയ ആടിനെ പുലി കടിച്ചു വലിച്ചു കൊണ്ടുപോയത്. തന്റെ 30 കിലോയിലധികം തൂക്കമുള്ള ആടിനെ പൊന്തക്കാടുകളിൽ നിന്നും പാഞ്ഞെത്തി കടിച്ചു കൊണ്ടുപോയത് പുലി തന്നെ എന്ന കാര്യത്തിൽ ഹംസയ്ക്ക് സംശയമൊന്നുമില്ല. പക്ഷേ വനം വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതേയുള്ളൂ. ഇപ്പോഴും പുലിയെ കണ്ടതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. മുള്ളിയ കൃഷി മേൽമുറിയിലെ റബ്ബർ തോട്ടത്തിൽ പാറപ്പുറത്തിരുന്ന് ആടുകളെ നോക്കുന്നതിനിടയിൽ പാഞ്ഞെത്തി ആടിനെയും വലിച്ച് പൊന്തക്കാടുകളിലേക്ക് വലിഞ്ഞ പുലിയെ കൺമുന്നിൽ കണ്ട കാഴ്ച ഹംസ ടുഡേ ന്യൂസിനോട് വിവരിച്ചു. ആട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ആടെ പാറമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാണ് നേരെ ഭാഗത്തുനിന്ന് പുലി പെട്ടെന്ന് ആടുകളെ മുന്നിലേക്ക് ചാടിയത്. ഒരു 30 മീറ്റർ അടുത്ത് വെച്ചുകൊണ്ട് പുലി കടിച്ചുകൊണ്ട് ആ മതിൽ കയറ്റിപ്പോയി. എന്നിട്ട് പിന്നാലെ ഞാനും പോയി. പക്ഷേ അപ്പോഴത്തിന് പുലി മുകളിൽ പൊന്തയിൽ കൂടി പോയി. അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അതുകൊണ്ട് അവിടെ പോയില്ല. പിന്നെ തിരിച്ചു പോന്നു. പിറ്റേന്ന് 4 മണിക്ക് ശേഷമാണ് ബാക്കി തിന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടത്. പിന്നെ ക്യാമറ വെച്ചിരിക്കുന്നു. എൻ്റെ റിസൾട്ട് ശരിക്കും അറിയിട്ടില്ല. ക്യാമറ ഇപ്പോൾ അവിടെ ഉണ്ട്. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രദേശത്ത് വനം വകുപ്പ് പരിശോധന നടത്തി. ആടിനെ കടിച്ചുകൊണ്ടുപോയ സ്ഥലത്തുനിന്ന് മീറ്ററുകൾക്കകലെ പാതി ഭക്ഷിച്ച ആടിന്റെ ശരീരഭാഗങ്ങൾ ലഭിച്ചു. ഈ ഭാഗത്ത് നിരീക്ഷണ ക്യാമറയും സ്ഥാപിച്ചാണ് അന്ന് വനം വകുപ്പ് മടങ്ങിയത്. 2 ദിവസങ്ങൾക്ക് ശേഷം ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ദൃശ്യത്തിലുള്ളത് പുലിയല്ലെന്ന നിലപാടിലാണിപ്പോൾ വനം വകുപ്പ്. 2016 ഇവിടെ കെണിവെച്ച വനം വകുപ്പ് പുലിയെ പിടികൂടിയിരുന്നു. ഇപ്പോഴും പ്രദേശത്ത് പുലിഭീതിയുള്ളതിനാൽ കെണിവെക്കണമെന്നു തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. തന്റെ 25ഓളം ആടുകളാണ് ഇവിടെ നിന്നും കാണാതായതെന്നും വനം വകുപ്പ് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും പ്രദേശവാസിയായ ഉമേർ പറയുന്നു. പുലിയല്ലാന്ന് പറയണത് ഒരു 30 കിലോയിലൊരു ആടാണ്. ഇപ്പം എന്തായാലും പൂച്ച എന്നപ്പോൾ 30 കിലോയിലെ ആടിനെ വലിച്ച് മലിക്ക് കൊണ്ടുപോകില്ല. ഇയാള് അതിൻ്റെ ഉടമ അയാളെ മുമ്പിൽ നിന്നാണ് കൊണ്ടുപോയിക്കണത്. അയാൾ പുലിനെ കറക്റ്റ് കാണുകയും ചെയ്തിരിക്കും. ഞാനൊരു 3 പ്രാവശ്യം കണ്ടിരിക്കണം. ഞാൻ മിക്കവാറും ടൈമിൽ മലയിൽ തന്നെ ഇക്കാരം. ഒരു പ്രാവശ്യം ഇവിടുന്ന് പിടിച്ചതാണ് പുലിനെ. ഞങ്ങൾ തൊട്ട് വേക്കെന്നാണ് പിടിച്ചത്. ഇവർ ഫോറസ്റ്റുകാർക്ക് അതിനൊരു ഉത്തരവാദിത്തമല്ല തന്നെയാണ്. ഇനിയിപ്പോൾ അന്ന് സമരം ചെയ്തിട്ടാണ് കൂട് വെച്ചത്. ഇനിയിപ്പോൾ അതിന് മെനക്കെടേണ്ടിയിരുന്നാ പറയണത്. ഇപ്പോൾ പുലിയെ കണ്ട മലയുടെ തൊട്ടുപിറകിലാണ് മങ്കട ചേരിയം മലയുള്ളത്. 1 മാസം മുൻപ് മങ്കടയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചിരുന്നു. കേവലം നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചതുകൊണ്ടോ വനംവകുപ്പ് അന്വേഷണം നടത്തിയതുകൊണ്ടോ ആയില്ല. മറിച്ച് കെണിവെച്ച് പുലിയെ പിടികൂടണമെന്നു തന്നെയാണ് മുള്ളിയ കൃഷിക്കാരുടെ ആവശ്യം. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.